പാടുവാൻ, പ്രാർത്ഥിപ്പാനെല്ലാം നമുക്ക് ദൈവമൊരുക്കുന്ന നല്ല കൃപകൾക്കായി ഈ പകൽക്കാലം ഞാൻ ഒരിക്കൽ കൂടെ ദൈവത്തെ വാഴ്ത്തുകയാണ്. നാം വായിച്ച കുറിവാക്യം ഉൽപ്പത്തി പുസ്തകം 16 ആണ്. വ്യത്യസ്തമായി നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ചരിത്രവുമായി ആഴമേറിയ ബന്ധമുള്ള ഒരധ്യായമാണ് ഉൽപ്പത്തി 13. ദൈവവചനവും ദൈവശാസ്ത്രവുമായുള്ള ബന്ധത്തിലൊക്കെയും ഒട്ടനവധി ചിന്തനീയമായ ചരിത്ര പശ്ചാത്തലങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ഉൽപ്പത്തി പുസ്തകം. ഞാൻ എപ്പോഴും പ്രസംഗത്തിൽ ഉരുവിടാറുണ്ട്, ഉൽപ്പത്തി പുസ്തകം എന്ന വാക്കിന് അല്ലെങ്കിൽ ഉൽപ്പത്തി എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ എല്ലാത്തിൻ്റെയും ആരംഭം എന്നതാണ്. ഈ ഭൂമിയിൽ കാണുന്ന എല്ലാത്തിൻ്റെയും ആരംഭത്തെ പറ്റി എഴുതിയിട്ടുള്ള ഒരു വേദപുസ്തകമാണ്. വേദപുസ്തകത്തിൽ ഒരു പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. ഇസ്രായേലിൻ്റെ ചരിത്ര പശ്ചാത്തലവുമായൊക്കെ ബന്ധത്തിൽ ആഴമേറിയ ചിന്തകൾ അതിനകത്ത് കിടപ്പുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലാണ് വിളികേട്ട് അബ്രഹാം പുറത്തിറങ്ങുന്നത്, അല്ലെങ്കിൽ ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തെക്കുറിച്ചുള്ള വെളിപ്പാടിൽ കാണാത്തത് വിശ്വസിച്ച്, കാണാത്തത് കണ്ടതുപോലെ വിശ്വസിച്ച് ഒരാത്മമനുഷ്യൻ അല്ലെങ്കിൽ അബ്രഹാം താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാണാത്തതിനെ കണ്ടതുപോലെ വിശ്വസിച്ചിറങ്ങുകയാണ്. ആഴമേറിയ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൻ്റെ താളുകൾ അവിടെ തുടങ്ങുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെ ദൈവത്തെ വിശ്വസിക്കാൻ ഒരു തലമുറ എഴുന്നേൽക്കുമോ ആ തലമുറയുടെ നടുവിൽ എൻ്റെ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പകലും ദൈവത്തെ വിശ്വസിച്ചത് കൊണ്ടാണ് നാം ഇതിനകത്ത് വന്നിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മുടെ വിശ്വാസവും നമ്മുടെ വിശ്വാസ ജീവിതമൊക്കെയും ചോദ്യചിഹ്നങ്ങൾ പോലെയൊക്കെ നിൽക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ വെളിപ്പെട്ടു വരുമ്പോഴും ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയാം, ആമേ, വിളി കേട്ടിറങ്ങി അബ്രഹാം വിശ്വസിച്ചത് കണ്ടതല്ല, കാണാത്തത് കണ്ടതുപോലെ വിശ്വസിച്ചു. ഈ പകൽ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ എങ്ങനെ വിശ്വസിക്കണം? കണ്ടില്ലായിരിക്കാം, എങ്കിലും കാണാത്തത് കണ്ടതുപോലെ വിശ്വസിക്കണം. അമ്മേ, അങ്ങനെ നാം വിശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും നമ്മുടെ കൂടാരങ്ങളുടെ അവസ്ഥകളും മാറുന്നതായിരിക്കും. ഇന്ന് ഈ സന്ധ്യയോടടുക്കുന്ന സമയത്ത് ഈ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഹൃദയത്തെ തൊട്ട് ഒരു ദൂത് ഞാൻ പറയാം. ദൈവത്തെ വിശ്വസിക്കാൻ ഒരു മനുഷ്യൻ റെഡിയാണെങ്കിൽ അവന് വേണ്ടി പ്രവർത്തിക്കാൻ എൻ്റെ ദൈവം ഈ പകലും ശക്തനാണ്. ഇന്ന് പകൽക്കാല ദൈവത്തെ വാക്ക് വിശ്വസിച്ചാണ്, ദൈവത്തിൽ പ്രത്യാശ വച്ചാണ് മനുഷ്യനെല്ലാം മാറിയപ്പോഴും ദൈവത്തിൻ്റെ മുഖം മാത്രം നോക്കിയാണ് ഇന്ന് പകല് ഈ വിശ്വാസ ജീവിതം മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ ഈ പകൽ ലോകം നിനക്കെതിരായി നിന്നാൽ, പ്രകൃതിയും പ്രതികൂലങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നിനക്ക് പ്രതികൂലമായി മാറിയാൽ ഇന്ന് പകൽ ആത്മാവിലൊരു ദൂത് കൈമാറാ. നിന്നെ എത്തിക്കാമെന്ന് പറഞ്ഞെടുത്തെത്തിക്കാം, നിന്റെ തലമുറയെ വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞതുപോലെ വർദ്ധിപ്പിക്കാൻ കഴിയുന്നൊരു ദൈവത്തെയാണ് ഈ പകൽ ഞാൻ പ്രസംഗിക്കുന്നത്. വിശ്വസിക്കാമെങ്കിൽ കരമുയർത്തി എൻ്റെ ദൈവത്തിന് ആരാധന കൊടുക്കണം. ഹല്ലേലൂയ. വിളി കേട്ടിറങ്ങി അബ്രഹാമിൻ്റെ ചരിത്രം 12-ാം അധ്യായം ആരംഭിക്കുകയാണ്. 12-ാം അധ്യായം കഴിഞ്ഞു 13-ാം അധ്യായം കഴിഞ്ഞു 14-ാമത്തെ അധ്യായത്തിൽ തൻ്റെ കൂടെ ഇറങ്ങി തിരിച്ച ലോത്ത്, ആമേൽ, അബ്രഹാമിൻ്റെ വിളി കേട്ടത് അബ്രഹാമാ. ഞാനെപ്പോഴും പറയും, ലോത്ത് വിളിച്ചോണ്ടിറങ്ങിയവനാണ്. അബ്രഹാം ദൈവത്തിൻ്റെ വിളി ഡയറക്റ്റായിട്ട് കേട്ടു, അവൻ സ്വയമേ വിളിച്ചോണ്ടിറങ്ങി. എങ്ങനെയൊന്നും അറിയത്തില്ല, രണ്ടുപേരും ദൈവസന്നിധിയിൽ ഇറങ്ങിയത് കൊണ്ട് അബ്രഹാമിനെ അനുഗ്രഹിച്ചതുപോലെ ദൈവം ലോത്തിനെയും അനുഗ്രഹിച്ചു. ഈ പകൽക്കാലം സ്നേഹത്തോടെ ഞാൻ പറയാം, എൻ്റെ ദൈവത്തിന് വേണ്ടി ആര് നിന്നാൽ, ദൈവത്തിന് വേണ്ടി ഒരു തുള്ളി വെള്ളമെങ്കിൽ ദൈവദാസന്മാർക്കോ ദൈവസഭയ്ക്കോ
നീ ദൈവരാജ്യത്തിന് വേണ്ടി മുതൽ കൊടുത്ത ഇന്ന് പകൽ നിനക്ക് വേണ്ടി പ്രതിഫലം തരുന്ന ഒരു ദൈവത്തെയാണ് ഈ പകൽ ഞാൻ ആരാധിക്കുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തെന്ന് പറയുക, ദൈവരാജ്യത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിന്ന് അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നത് പോലെ എൻ്റെ ദൈവം നിന്നെ ഉയർത്തുക. പ്രഭുക്കന്മാരുടെ നിരയിൽ നിന്നെ നിർത്തുക. അർഹതയില്ലാത്ത ഉയർച്ചകൾ, അർഹതയില്ലാത്ത മാന്യതകൾ, അർഹതയില്ലാത്ത നന്മകൾ നിന്റെ കൂടാരത്തിൻ്റെ അകത്ത് വെളിപ്പെടാ ഒരേ ഒരു കാരണമേ ഉള്ളൂ, വിളിക്ക് പ്രതികരിക്കുന്നവരായി തീർക്കണം. ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കുന്നവരായി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാം ഇറങ്ങി തിരിച്ചതുപോലെ അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങിയവൻ ലോത്ത്. പക്ഷെ വചനം പറയുന്നു, ലോത്തിനെയും അബ്രഹാമിനെയും ദൈവം അനുഗ്രഹിച്ചു. ലോത്തിൻ്റെ നന്മകൾ സോവാറിൽ വെച്ച് ലോത്തിൻ്റെ നന്മകൾ ശത്രുക്കൾ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ അവിടുന്ന് തിരിച്ചു പിടിച്ച് അബ്രഹാം തിരിഞ്ഞു മടങ്ങി വരുന്ന സന്തോഷത്തിൻ്റെ അധ്യായമാണ് 14-ാം അധ്യായം. ഞാനിങ്ങനെ പറഞ്ഞു വരട്ടെ, കാലങ്ങൾ കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ നീണ്ടുപോകുകയാണ്. അബ്രഹാം കേട്ടിറങ്ങിയത്, ഞാൻ നിന്റെ തലമുറകളെ അനുഗ്രഹിക്കാമെന്നാണ്, ഞാൻ നിന്റെ തലമുറകളെ ഒരു രാജ്യമാക്കി മാറ്റാമെന്നാണ്, ഞാൻ നിനക്കും നിന്റെ സന്തതികൾക്ക് കനാൻ നാട് അവകാശമാക്കി തരാമെന്നാണ്. ഇതൊക്കെയും കേട്ടിറങ്ങിയിട്ട് എവിടെയൊക്കെ യാത്രയുടെ മധ്യത്തിൽ എവിടെയൊക്കെ ചഞ്ചലിക്കപ്പെടുകയാണ്. മരുഭൂമി വന്നപ്പോൾ, ക്ഷാമം വന്നപ്പോൾ മിസ്രൈമിലേക്ക് ഓടിപ്പോകുകയാണ്. ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ ചോദിക്കട്ടെ, ദൈവശബ്ദം കേട്ടു ഇറങ്ങി, ദൈവത്തിൻ്റെ വിളി കേട്ടിറങ്ങി, ദൈവം നിലനിർത്തി ഇത്രത്തോളം കൊണ്ടുവന്നു. പക്ഷെ എവിടെയൊക്കെ ജീവിതത്തിൻ്റെ മേഖലകൾ വരുന്ന പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ, ഏതൊക്കെ ക്ഷാമങ്ങളുടെ മുൻപിൽ ആരും അറിയാതെ ഒറ്റപ്പെടുന്ന അവസ്ഥകളിൽ എവിടെയൊക്കെ ചെന്ന് അഭയം തേടാ ഈ പകൽക്കാലം കൊതിക്കുന്നുണ്ടെങ്കിൽ, ഈ പകൽ ആത്മനിറവിൽ ഞാനൊരു ദൂത് കൈമാറാ. അബ്രഹാം മിസ്രൈമിലേക്ക് പോയി, അബ്രഹാം പലതിലേക്ക് അഭയം തേടാൻ പോയി, പലതിലേക്കും ചെന്ന് ധൈര്യത്തോടെ തൻ്റെ ജീവനെ, തൻ്റെ ജീവിതത്തെ, തൻ്റെ കുടുംബത്തെ ഒന്ന് പ്രയാസേനെ ഒന്ന് കരകയറ്റാൻ നോക്കി. അവിടെയൊന്നും അബ്രഹാമിന് ശാശ്വതമായ പരിഹാരം ലഭിച്ചില്ല. പക്ഷെ വചനം പറയുന്നു, ക്ഷാമകാലത്തും അബ്രഹാമിന് വേണ്ടി ചലിച്ചൊരു കരമുണ്ട്. അത് മിസ്രൈമിൻ്റെ ഭരണചക്രത്തിൻ്റെ കരമല്ല, മിസ്രൈമിലെ ഫറവോന്റെ കരമല്ല. അബ്രഹാമിന് വേണ്ടി ചലിച്ചത് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കരമാണ്, വിളിച്ച ദൈവത്തിൻ്റെ കരമാണ്. ക്ഷാമകാലത്തും അബ്രഹാമിന് വേണ്ടി ചലിച്ചതെങ്കിൽ ഇന്ന് പകൽ ജീവിതത്തിൻ്റെ മുൻപിൽ എല്ലാ വഴികളും അസ്തമിച്ചു പോകുമ്പോൾ, ജീവിതം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ, നാളെ അറിയാതെ ഒരു പരിഹാസ വിഷയമായി നിൽക്കുമ്പോൾ അധൈര്യപ്പെടേണ്ട കേട്ടോ. കൂടെ ഇറങ്ങിയവർ മാറ്, കൂടെ നിന്നവർ കുറ്റം പറയൂ, കൂടെ നിന്നവർ കുതികാല് വെട്ട്. പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, നീ അഭയം തേടുന്നിടത്തല്ല, സാക്ഷാൽ എൻ്റെ ദൈവം നിനക്കൊരു അഭയമായി വെളിപ്പെടും. ഈ പകൽ അത് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ചോ, വായ്കളെ തുറമോ, എൻ്റെ ദൈവത്തിനൊരു ആരാധന കൊടുക്കണം. ഈ പകൽക്കാലം നമ്മുടെ അഭയ മനുഷ്യനല്ല, നമ്മുടെ സങ്കേതം മനുഷ്യനല്ല. ഇന്ന് പകൽ വചനം പറയുന്നു, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് ഇന്ന് പകൽ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ്. ദൈവത്തെ തന്നെ ആശ്രയമാക്കിയ മനുഷ്യൻ അവൻ ഭാഗ്യവാനാണ്. ഈ പകൽക്കാലം പറ, ആരെല്ലാം മാറിയാലോ, ആരെല്ലാം എന്നെ ഒറ്റപ്പെടുത്തിയാലോ, ജീവിതത്തിൻ്റെ മേഖലകൾ പുല്ലുപിണ് ശൂന്യമായി നിന്നാലോ, എൻ്റെ മുൻപും പിൻപും എനിക്ക് എല്ലാം അടയപ്പെട്ടതുപോലെ തോന്നിയാലോ, ആത്മാവിലൊന്ന് പറഞ്ഞാട്ടെ, എൻ്റെ ദൈവം എനിക്ക് തുണയാണ്, എൻ്റെ ദൈവം എനിക്ക് അഭയമാണ്, എൻ്റെ ദൈവം എനിക്ക് ആശ്രയമാണ്. അഭയം തേടി അബ്രഹാം മിസ്രൈമിലേക്ക് ഓടി ഒളിക്കുകയാണ്. ക്ഷാമം കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവം അബ്രഹാമിനെ മടക്കി കൊണ്ടുവന്നു. വചനം ഞാൻ ഇങ്ങനെ പറയാം, വേഗത്തിൽ ഇങ്ങനെ പോട്ടെ. അബ്രഹാം ഒരു തലമുറയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ്. പക്ഷേ എൻ്റെ പ്രസംഗ വിഷയം അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ വേഗത്തിൽ മറ്റൊരു ദിശയിലേക്ക് പോവുകയാണ്. അബ്രഹാം ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ, അവൻ്റെ മുൻപിൽ വഴികളും വാതിലുകളും എല്ലാം ശൂന്യമാകുമ്പോൾ, അവൻ്റെ ഭാര്യ വന്നിട്ട് പറയുക, സാറായി വന്ന് പറയുകയാണ്, എൻ്റെ ശരീരം ജീർണിച്ചു തുടങ്ങി. എൻ്റെ ഈ ശരീരത്തിനകത്തുനിന്ന് ഒരു പുത്രോൽപാദ്യതി ഉണ്ടാകുമോ എന്ന്, അല്ലെങ്കിൽ എനിക്കൊരു സന്തതി ഉണ്ടാക്കി നിനക്ക് തരാൻ കഴിയുമോ എന്ന് എനിക്കറിയത്തില്ല.
പക്ഷേ സാറ പറയുന്നത് കേട്ടോ, ആമേ മിസ്രൈമി സ്ത്രീയായ ഹാഗറിനെ വിളിക്കുകയാണ്. മിസ്രൈമി സ്ത്രീയായ ഹാഗറിനെ വിളിച്ചു. ആമേ മിസ്രൈമിൽ നിന്ന് ഹാഗർ ആമേ സാറയോടുകൂടെ സാറയുടെ ദാസിയായി കൂടിയ ഹാഗറിനെ നോക്കി ആമേൻ സാറ പറയുകയാണ്, അബ്രഹാമേ ആമേ എനിക്ക് നിനക്കൊരു പുത്രനെ തരാൻ കഴിയില്ല, പക്ഷേ എൻ്റെ ദാസി സാമേ ഹാഗറിൽ നീ ഒരു പുത്രനെ ആമേ എനിക്ക് നൽകണം. ആമേ ദൈവിക വാഗ്ദത്തത്തിന് കുറുക്കു വഴി തേടുകയാണ്. പക്ഷെ വചനം ഇങ്ങനെ പറയുന്നു, ശ്രദ്ധിച്ച് കേൾക്കണമേ. ആമേ ആമേ അബ്രഹാം ആമേ ആമേ സാമേ ഹാഗറിനെ സാമേ തൻ്റെ സ്വന്തമായി കരുതി ഹാഗറിനെ ചേർത്ത് പിടിക്കുമ്പോൾ ഇത് സാറായിയുടെ ഹൃദയത്തിനകത്ത് ആമേ വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്. സാറായി ആമേ ആരാ കൊടുത്തത്? ആമേ സാറായിയാണ് അബ്രഹാമിന് തൻ്റെ ദാസിയെ നൽകിയത്. പക്ഷേ നാളുകൾ കഴിഞ്ഞപ്പോൾ സാറായിയുടെ ഹൃദയത്തിനകത്ത് ആമേ ഹാഗറിൻ്റെ ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങൾ, അവർക്ക് പഴയ സന്തോഷമില്ല, പഴയ സമാധാനമില്ല. പക്ഷെ വചനം ഇങ്ങനെ പറയുന്നു കേട്ടോ, ആമേ ഹാഗർ ആമേൻ അവിടെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു. അബ്രഹാമിന്റെ വീട്ടിനകത്ത് നിൽക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു. 16-ാം അധ്യായം ഹാഗറിന്റെ ചരിത്രമാണ്. ആമേൻ ആഴമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ആമേ സാറയുമായി ഒത്തുചേർന്ന് പോകാൻ കഴിയാതെ ഹാഗർ ആമേ ബുദ്ധിമുട്ടുകയാണ്. ഹാഗർ ആമേ സാറായുടെ കൂടാരത്തിനകത്ത് ബുദ്ധിമുട്ടുകയാണ്. തൻ്റെ യജമാനത്തി തനിക്ക് വ്യസനകരമായ പലതും, അങ്ങനെയാണ് ആമേ തിയോളജിയന്മാർ കമന്ററികൾ പറയുന്നത്, സാമേ ഹാഗറിന് വ്യസനകാരകമായ പലതും. സ്വന്തം കുടുംബമെന്ന് കരുതിയ കുടുംബത്തിനകത്തുനിന്ന് ആർക്കു വേണ്ടിയാണ്? സാറായി പറഞ്ഞിട്ടാണ് ഹാഗർ അബ്രഹാമിനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചത്. ഹാഗറിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, തൻ്റെ യജമാനത്തിയുടെ വാക്കിനനുസരിച്ചാണ്. പക്ഷെ കണ്ടോ, ജീവിതമെല്ലാം നഷ്ടപ്പെട്ട് ഒരു അടിമ പെൺകുട്ടിയാണ്, ദാസിയാണ്. ആമേ മിസ്രൈമി അന്യജാതിക്കാരിയാണ്. ആമേ തൻ്റെ യജമാനത്തിയുടെ വാക്കിന് മറുതലിക്കാതെ സകലതും അനുസരിച്ചിട്ടും ആമേൻ യജമാനത്തിക്ക് ഹാഗറിനോട് സ്നേഹമോ സന്തോഷമോ ഒരു സമാധാനവുമില്ല. പലപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, പ്രിയരെ, പലരെയും നമ്മൾ ചേർത്ത് നിർത്തിയാലും, പലർക്കു വേണ്ടി നാം എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ സഹായിച്ചെന്ന് പറഞ്ഞാലും, ഒരു പരിധി കഴിഞ്ഞ് അവരുടെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്നും പുറത്താണ്. നമ്മളെന്നും പുറത്താണ്. ഈ പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ചേർത്തു പിടിക്കുന്ന തലമുറയും ചേർത്തു പിടിക്കുന്ന കുടുംബവും ചേർത്തു പിടിക്കുന്ന നിങ്ങളുടെ മക്കളും കുടുംബവും ഇതൊക്കെയും അധികകാലം കാണണമെന്ന് നാം ശഠിക്കാൻ പാടില്ല. കാരണം ലോകമതാണ്. എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രമായി പലരെയും ചെന്ന് തേടുമ്പോൾ, ഇവിടെ ഹാഗർ കണ്ടോ, തൻ്റെ ജീവിതം പോലും തൻ്റെ യജമാനത്തിക്ക് വേണ്ടി അർപ്പിച്ചിട്ട് യജമാനത്തി തന്നോട് ചെയ്യുന്ന കാര്യം കാട്ടിട്ട് അവൾക്ക് കൂടാരത്തിനകത്ത് നിൽക്കാൻ കഴിയാതെ എന്ന് പറഞ്ഞാൽ, സ്വന്തം കുടുംബത്തിനകത്ത് വരുന്ന പ്രതിസന്ധികളും കുത്തുവാക്കുകളും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും വെളിപ്പെട്ടിട്ട് ഹാഗറിന് സാറായുടെ കൂടെ ആമേൻ നിൽക്കാൻ കഴിയാത്ത പ്രതിസന്ധി വരുമ്പോൾ, ദാണ്ടേ അന്യജാതിക്കാരെ, അടിമ, ദാസി അവൾ ചെയ്യുന്നത് കേൾക്കണോ? അവൾ കൂടാരം വിട്ടിറങ്ങുകയാണ്. അവൾ ഒറ്റയ്ക്ക് കൂടാരം വിട്ടിറങ്ങുകയാണ്. ആ വാക്യമൊക്കെ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ, 16-ാമത്തെ അധ്യായം വായിച്ചു വരുമ്പോൾ, പദമേ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു പദം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ആ പദം ഇങ്ങനെയാണ്. ഒന്ന് വായിക്കാമോ 16-ന്റെ 16-ാം അധ്യായം ഉൽപ്പത്തി 16. അതിന്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഒന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി
ആ വായിച്ചാട്ടെ. പിന്നെ യഹോവയുടെ ദൂതൻ ആ ആ ആ ആ മതി. അവളെവിടെ വച്ചാ കണ്ടത്? മരുഭൂമിയിൽ ഒരു നീരൊഴുവിൻ്റെ അരികെ വച്ച് ദൈവത്തിൻ്റെ ദൂതൻ അവളെ കണ്ടു. ഇന്ന് പകൽ ശ്രദ്ധിച്ചേ, സാറയ്ക്ക് വേണ്ടി ഞാൻ അങ്ങനെ പറയാം, തൻ്റെ ജീവിതത്തിൻ്റെ ഇഷ്ടങ്ങൾ പലതും മാറ്റിവെച്ചവൾ, കൂടാരത്തിനകത്ത് തൻ്റെ യജമാനത്തി പറയുന്നതെല്ലാം അനുസരിച്ചവൾ കണ്ടോ, ഒറ്റപ്പെടൽ അനുഭവിച്ച് ആ കൂടാരത്തിനകത്ത് നിൽക്കാൻ കഴിയാതെ തനിക്കുള്ളതെല്ലാം എടുത്തിറങ്ങിത്തിരിക്കുക. എന്തിനു വേണ്ടി? നാളെ എന്തെന്നറിയില്ല, എവിടെ പാർക്കുമെന്നറിയില്ല, എവിടെ കിടക്കുമെന്നറിയില്ല, എന്തു ഭക്ഷിക്കുമെന്നറിയില്ല, ആര് ചേർത്ത് പിടിക്കാൻ കാണുമെന്നറിയില്ല. ഇന്നലെ വരെ സാറായി ഉണ്ടായിരുന്നു, ഇന്നലെ വരെ തൻ്റെ യജമാനനായ അബ്രഹാം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് തന്നെ ചേർത്ത് പിടിക്കാൻ ആരുമില്ലാതെ മരുഭൂമിയിൽ ഒരു നീരുറവയുടെ അടുക്കൽ ഇരുന്ന് വാ പൊട്ടി കരയുന്ന ഒറ്റപ്പെട്ട ഹാഗാറിനെ ആര് കണ്ടു? ദൈവത്തിൻ്റെ ദൂതൻ കണ്ടു. ഈ പകൽ ജീവിതത്തിൻ്റെ മരുഭൂമിക്കകത്ത് ഒറ്റപ്പെട്ടു പോയെന്ന് ആരെങ്കിലും നിലവിളിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പകൽ എനിക്ക് പറയാനൊരു ദൂതുണ്ട്. കുഞ്ഞെ, നിന്നെ ആരും കാണുന്നില്ലേലോ, എൻ്റെ ദൈവത്തിൻ്റെ കണ്ണുകൾ നിന്നെ കാണുന്നുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ കണ്ണുകൾ നിന്റെ നാളെ കാണുന്നുണ്ട്. ഈ പകൽ ദൈവത്തോട് പറ, അപ്പൊ ആരും എൻ്റെ കൂടെ ഇല്ലേലോ, ചേർത്ത് പിടിക്കാൻ ആരുമില്ലേലോ, ഇന്ന് പകൽ അഭയം തേടാൻ ആരുമില്ലേലോ, എന്നെ മരുഭൂമിയിൽ കാണുന്ന ഒരു കണ്ണുകൾ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങേ വാഴ്ത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ വചനം വായിക്കുമ്പോൾ അറിയാണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു. പ്രിയരെ, ആരും കൂടെയില്ലേലും നാളെ എവിടെ പാർക്കുമെന്നും, നാളെ എന്ത് കഴിക്കുമെന്നും, നാളെ എന്ത് ധരിക്കുമെന്നും, ആര് ചേർത്ത് പിടിക്കുമെന്നും, ആര് കൂടെ കാണുമെന്നോ ഒരു സാഹചര്യങ്ങളും നിനക്ക് അനുകൂലമല്ലെങ്കിലും വെറും മരുഭൂമിക്കകത്തൊറ്റപ്പെട്ട് ആ നീരുറവയുടെ അടുക്കലിരുന്ന് വാ പൊട്ടിക്കരയുന്ന ഹാഗറിനെ കണ്ടൊരു ദൈവമുണ്ട്, കണ്ടൊരു ദൈവമുണ്ട്. ഈ പകൽ ആരോടൊക്കെ ദൈവാത്മാവ് ദൂത് കൈമാറുക. കുഞ്ഞേ, എസ്തേറിന്റെ അനാഥത്വം കണ്ടൊരു ദൈവമുണ്ട്. യോസേഫിനെ കാരാഗ്രഹത്തിനകത്ത് ഒതുക്കിയത് കണ്ടൊരു ദൈവമുണ്ട്. മോശ ഒറ്റപ്പെട്ട് നൈലിനകത്ത് ഒഴുകി നടന്നത് കണ്ടൊരു ദൈവമുണ്ട്. അവന്റെ നൈലാമേ, അവന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ കാലങ്ങളെ പൊളിച്ച് അവനൊരു ചരിത്രമാക്കി മാറ്റാ കഴിയും ഒരു ദൈവത്തിന്റെ കാഴ്ചപ്പാടുണ്ട്. ആരും പറയരുത് എൻ്റെ ഇന്നത്തെ അവസ്ഥ ഇതാ, ഇന്നത്തെ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇതാ. ഇന്ന് പകൽ ലൈവാണ്, ഞാൻ അധികമൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ആദ്യത്തെ ചർച്ച കഴിഞ്ഞ് ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ആത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ദൂതുകൾ ഞാൻ വ്യക്തിയോട് ചേർത്തു നിർത്തി പറയുമ്പോൾ തൻ്റെ കണ്ണ് നിറയുന്നത് കണ്ടു. എന്നോട് ദൈവാത്മാവ് ഇടപെട്ടു. ആമേ, ജീവിതമെല്ലാം മടുത്ത് ആത്മഹത്യ മാത്രം ലക്ഷ്യമാക്കി നീ സഞ്ചരിക്കുക. നിൻ്റെ ഈ മരുഭൂമിക്കകത്തും ദൈവം നിന്നെ കാണുന്നുണ്ട്, നിന്നെ കാണുന്നുണ്ട്. അത് പറഞ്ഞപ്പോൾ എൻ്റെ കരത്തെ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റേ, കഴിഞ്ഞ ചില മാസങ്ങളായി എൻ്റെ കൂടാരത്തിനകത്ത് സ്വസ്ഥതയില്ല, എൻ്റെ ഭവനത്തിനകത്ത് സമാധാനമില്ല. അപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് അലതള്ളി വന്ന ഈ വചനങ്ങൾ ഞാൻ ചിന്തിച്ചപ്പോൾ എത്ര സത്യമാ. പ്രിയരെ,
ഹാഗറിന്റെ കണ്ണ് നിരാനും കണ്ടില്ല കേട്ടോ. യജമാനത്തിക്ക് വേണ്ടി താൻ സഹിച്ച കഷ്ടപ്പാട്, തൻ്റെ ജീവനും ജീവിതവും പോലും സാറായുടെയും അബ്രഹാമിൻ്റെ മുൻപിൽ മാറ്റിവെച്ചിട്ട് അവർക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുത്തില്ല. ചിന്തിക്കരുത് എല്ലായിടത്തും പരിഗണിക്കപ്പെടുമെന്ന്. ചിന്തിക്കരുത് എല്ലാവരും പരിഗണിക്കപ്പെടുമെന്ന്, എല്ലാവരാലും പരിഗണിക്കപ്പെടുമെന്ന്. ജീവിതത്തിൻ്റെ ചില സമയങ്ങളുണ്ട്, ചില അവഗണനകളും ഒറ്റപ്പെടലുകളും ചില നിന്നയുടെ വാക്കുകളും ചില അപമാനത്തിൻ്റെ വാക്കുകളും. ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയാം, ഈ അവഗണനകൾ അധികകാലം നിൽക്കില്ല, ഈ കുത്തുവാക്കുകൾ അധികകാലം നിൽക്കില്ല, ഈ ജീവിതത്തിൻ്റെ ശൂന്യതകൾ അധികകാലം നിന്നെ ഒതുക്കില്ല. ഇത് കഴിയുന്നൊരു സീസൺ വരും. അവഗണിച്ചവരെല്ലാം നിന്നെ ചേർത്ത് പിടിക്കാൻ കൊതിക്കുന്നൊരു കാലം, ആമെ ചേർത്ത് പിടിക്കാൻ കൊതിക്കുന്നൊരു കാലം. നിന്റെ സ്ഥിതി ദൈവം മാറ്റുമ്പോ, ആമെ നിന്റെ നിന്ന ദൈവം ഉരുട്ടി മാറ്റുമ്പോ, യഹോവ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നു യബനേശ്വരമി പറയുമ്പോ നിന്നെ തേടിച്ചില്ല, ആമെ യാത്ര ചെയ്തു വരൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില അവഗണനകൾ ദൈവത്തിൻ്റെ പരിഗണനകളായി മാറും. ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവം എത്ര വിശ്വസ്തനാണ് കേട്ടോ. ദൈവം എത്ര വിശ്വസ്തനാണ്. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്കകത്ത് എവിടെയൊക്കെ ദൈവം നമ്മെ മാറ്റി നിർത്തിയോ, ആരെല്ലാം നമ്മെ മാറ്റി നിർത്താൻ പദ്ധതിയിട്ടോ, അവരെല്ലാം നമ്മളെ ചേർത്ത് നിർത്തും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പകൽ ഹാഗറിനൊന്ന് നോക്കി, എടുത്തു പറയാനൊന്നുമില്ല. മിസ്രൈമിൽ നിന്ന് അബ്രഹാമിൻ്റെ കൂടാരത്തോടുകൂടെ കൂടിയവളാണ്, അടിമയാണ്, ദാസിയാണ്. ഉണ്ടായിരുന്നതെല്ലാം യജമാനൻ്റെ മുൻപിൽ കാൽക്കൽ വെച്ചു. വീട്ടിനകത്ത് സ്വസ്ഥതയില്ല. പക്ഷെ വചനം പറയുന്നു, മരുഭൂമിയിൽ നീഴുറവയുടെ അടുക്കൽ വച്ച് ദൂതനവളെ കണ്ടു. ഞാൻ ആ പദം ഇങ്ങനെ മാറ്റി പറയും, ദൂതനല്ല അവളെ കണ്ടേ, ദൈവം അവളെ കണ്ടു. നീഴൊഴിവിൻ്റെ അടുക്കൽ ഒറ്റക്കിരുന്ന് ജീവിതം ശൂന്യമായിരുന്നു, എല്ലാം തകർന്നവളായി ഇനി ആളെ എന്തെന്ന് ചോദിച്ച് വിലപിക്കുന്ന ഹാഗറിനെ എൻ്റെ ദൈവം കണ്ടെന്ന് ഇന്ന് പകൽ ധൈര്യത്തോടെ പറ, ഇന്നിൻ്റെ മരുഭൂമിയിൽ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. നിന്റെ ഒറ്റപ്പെടലിന്റെ മരുഭൂമിയിൽ എൻ്റെ യജമാനായ അബ്രഹാം കൂടെ കാണില്ല, സാറ കൂടെ കാണില്ല, പക്ഷേ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഹാഗറിന് അറിയാമോ സത്യദൈവം ആരെന്ന്? ഹാഗറിന്, കാരണം അവൾ ജാതീയ പെൺകുട്ടിയാണ്, മിസ്രൈമിയ സ്ത്രീയാണ് ഹാഗർ. അവളുടെ ദൈവം എന്ന് പറയുന്നത് മിസ്രൈമിലെ ദേവീ ദേവന്മാരാണ്. അവൾക്ക് എങ്ങനെ സത്യദൈവത്തെ അറിയാൻ കഴിയും? ഞാനിങ്ങനെ പറയാം പ്രിയരെ, ചില മരുഭൂമികളാണ് നമ്മളെ ദൈവത്തിൻ്റെ ശ്രേഷ്ഠത നമ്മെ പഠിപ്പിക്കുന്നത്. ചില ഒറ്റപ്പെടലുകളാണ് ദൈവത്തിൻ്റെ മഹത്വം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം ഇത്രമാത്രം ശക്തനാണോ എന്ന് നമ്മുടെ ജീവിതത്തെ പഠിപ്പിക്കുന്നത് ചില മരുഭൂമികളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ഒറ്റപ്പെട്ട് ഹാഗർ കരയുമ്പോൾ എൻ്റെ ദൈവം പറയുക, ഞാൻ അവളെ കണ്ടു. ഇന്ന് പകൽ നിന്റെ കണ്ണുനീർ കണ്ടൊരു ദൈവമുണ്ട്. എൻ്റെ ദൈവം കണ്ടാലേ മനുഷ്യരാര് കണ്ടില്ലേലും ഒരു വിഷയമല്ല. ഹലോ, മനുഷ്യരാരും നിന്നെ കണ്ടില്ലേലും ദൈവം കണ്ടാൽ നിന്റെ ചരിത്രം മാറും. അമ്മേ, ഈ പകൽക്കാലം ആരും നിന്നെ കണ്ടില്ലേലും സാധു കൊച്ചുഞ്ഞുപദേശി പറഞ്ഞതുപോലെ, ആരും സഹായമില്ല
വരും വാരിൽ കണ്ടും പോകുന്നവ ആരും സഹായമില്ല. പാരിൽ കണ്ടും എന്നാലെനിക്കൊരു സഹായ വാനിലുണ്ടെന്നറി ഞാതിലുല്ലാസമേ. എന്നാ എനിക്കൊരു വാനിലുണ്ടെന്നറി ഞാതിലുല്ലാസമേ. അപ്പനും അമ്മായും വീടും ദാനം വസ്തുസുഖം. ഒന്ന് പറഞ്ഞാട്ടെ, അപ്പനും അമ്മായും വീടും ദാനം സുഖങ്ങൾ കർത്താവത്രേ. പ്രായമുത ആ പദമൊരിക്കൽ കൂടെ, പൈതൽ പ്രായം മുതൽ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. എന്റെ ദൈവം സ്വർഗ തന്നിൽ കനി എന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗ തന്നിൽ കനി എന്നെ ഓർത്തിടുന്നു. എത്ര ശ്രേഷ്ഠമായ ദൈവം അല്ലേ. സാധു കൊച്ചുഞ്ഞുപദേശി പറയുക, എൻ്റെ കൂടാരത്തിനകത്ത് വാടക കൊടുക്കാൻ കഴിയാതെ പുറത്തു പോവുകേണ്ട അവസ്ഥ വരുമ്പോൾ മനുഷ്യരെല്ലാം മാനുഷികമായ കരങ്ങളെല്ലാം അസ്തമിക്കുമ്പോൾ, കരത്തിലൊരു നന്മയും കാണാതിരിക്കുമ്പോൾ, വിദൂരതയിൽ തൻ്റെ ഒരു സ്നേഹിതൻ, തൻ്റെ ഒരു ബന്ധു നടന്നു വരിക. താൻ ചിന്തിച്ചു, അവനെങ്കിലും അവൻ്റെ കയ്യിലെ നന്മ എനിക്ക് മുൻപിൽ നീട്ടിത്തരുമെന്ന്. പക്ഷേ സാധു കൊച്ചുഞ്ഞുപദേശി വിദൂരതയിൽ നിന്ന് നോക്കുന്നത് ആ വ്യക്തി കണ്ടിട്ട് കാണാത്തതുപോലെ ഓടി ഒളിച്ചു കളഞ്ഞു. അപ്പോൾ സാധു കൊച്ചുഞ്ഞുപദേശി കണ്ണുനീരോടെ പറഞ്ഞു, ആരും എൻ്റെ കണ്ടില്ലേലും കാണുന്നൊരു ദൈവമുണ്ട്, കാണുന്നൊരു ദൈവമുണ്ട്. കണ്ടിട്ട് കാണാതെ പോകുന്നവരാ പ്രിയരെ പലരും, കണ്ടിട്ടും കാണാതെ പോകുന്നവരാ പലരും. പക്ഷെ ഒരു ഉറപ്പ് ഞാൻ പറയാം, ഹാഗർ പറയും, മരുഭൂമി നീരുറവയുടെ അടുക്കൽ വെച്ച് എന്നെ കണ്ടൊരു ദൈവമുണ്ട്. മിസ്രൈമിൽ ഞാൻ ആരാധിച്ചിരുന്ന ദേവീ ദേവന്മാരല്ല, സാക്ഷാൽ സത്യദൈവം ആ മരുഭൂമിയിൽ എന്നെ തേടി വന്നു. ഈ പകൽക്കാല ജീവിതത്തിൻ്റെ മരുഭൂമിയിൽ ഒറ്റപ്പെടലിലല്ലേ ഈ ദൈവത്തെ നമുക്ക് കിട്ടിയവ, ഈ ദൈവത്തെ നമ്മെ തേടി വന്നവ. ജീവിതത്തിൻ്റെ എല്ലാ സമ്പൽ സമൃദ്ധിയിലാണോ, ഏതൊക്കെ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയപ്പോഴല്ലേ ആ ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായി ഇറങ്ങി വന്നവ. ആ ധൈര്യമല്ലേ നമ്മെ നടത്തുന്നത്. ഹാഗറിനോട് അവളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നില്ല കേട്ടോ. ദൈവം കണ്ടത് മുതലാ അവളുടെ ചരിത്രം തിരിഞ്ഞത്. ഹല്ലേലൂയ. ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. ഇന്ന് പകലെങ്കിലൊരു ദൂത് പറയാം, ദൈവം കണ്ടാൽ നിന്റെ ചരിത്രം മാറും.
ദൈവം കണ്ട നിന്റെ അവസ്ഥ മാറും. ദൈവം കണ്ട നിന്റെ ഒറ്റപ്പെടൽ മാറും. ദൈവം കണ്ട നിന്റെ തകർച്ച മാറും. ദൈവം കണ്ട നിന്റെ തലമുറയുടെ ഭാവി അവർണ്ണനീയമായി മാറും. ഈ പകൽ ഞാൻ വിശ്വസിക്കുന്നു, ഈ ഹോളിനകത്തിരിക്കുന്നവർ, ലൈവിലൂടെ എന്നെ കാണുന്നവർ, ചിലരെ ദൈവം ഈ പകൽ കാണുന്ന പകലാണ്. വചനം പറയുകയാണ്, ദൈവം എന്നെ കണ്ടു. ഈ പകൽ ദൈവം നിന്നെ കണ്ടോ, നിന്റെ ചരിത്രം മാറും. കരമടിച്ചു വായ്കളെ തുറമ. അല്പസമയം ദൈവത്തിന് ആരാധന കൊടുത്താട്ടെ, ദൈവത്തിന് ആരാധന കൊടുത്താട്ടെ. ശമാന ധൂരാധാര വൈഡവരന്തര വൈഡവരന്തര അർത്ഥപരംധുര ഘടകപരാതല ഘടകപരാതല ഘടക ചാരകക്ഷര ഘടക ശാരാഹമാന ധൂരാധാരാധാര വൈഡമാന. ഈ പകൽ ദൈവം ചിലരെ കാണട്ടെ. ഒറ്റപ്പെടലിനകത്ത് ജീവിതം തകർന്ന് ഇനി ആത്മഹത്യയല്ലാതെ വേറൊന്നില്ല. പാസ്റ്ററേ, ഞാൻ പലർക്ക് വേണ്ടി നിന്നു, പലരെയും ഞാൻ ചേർത്ത് പിടിച്ചു, പലർക്ക് വേണ്ടി ഓടി ഞാൻ അധ്വാനിച്ചു, ഇന്നെല്ലാം പരാജയമാണ്, എൻ്റെ ജീവിതം ഒറ്റപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ ആരോഗ്യ ദൈവമാണോ പറയുക? എൻ്റെ ദൈവം നിന്നെ കാണുന്നുണ്ട് കേട്ടോ. എൻ്റെ ദൈവം നിന്റെ ഉഴച്ചിലുകൾ അറിയുന്നുണ്ട്. എൻ്റെ ദൈവം നിന്റെ വേദനകൾ കാണുന്നുണ്ട്. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി വലിയ ദൈവ പ്രവൃത്തിയുടെ കരങ്ങൾ ഈ പകൽ നീട്ടാൻ ശക്തനാണ്. ഓ റിബാലാധാര ശാബാരാധാരാധാര. വലിയ ദൈവത്തിന്റെ കരം ഈ പകൽ ചലിക്കുക. ശരീരം പോലും തിരിച്ചറിയുന്ന ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം. കരയാൻ കഴിയുമെങ്കിൽ കണ്ണുനീരോടെ ഈ പകൽ ദൈവത്തോടൊന്ന് ആരാധിച്ചാട്ട്, ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഈ പകൽ ദൈവം നിന്നെ തൊടുകയാണ്. ദൈവത്തിന്റെ കരസ്പർശനം നിന്നെ തൊടുകയാണ്. ആരാ പറഞ്ഞ നീ ഒറ്റയ്ക്കാണ്? ആരാ പറഞ്ഞ നീ ഒറ്റയ്ക്കാണെന്ന്? ആരാ പറഞ്ഞ നിന്നെ ആരും കാണുന്നില്ലെന്ന്, ആരും നിന്നെ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന്? ഈ പകൽ എൻ്റെ ദൈവം നിന്നെ കാണുകയാണ്. ഈ പകൽ ദൈവം നിന്നെ കണ്ടെങ്കിൽ നിന്റെ ചരിത്രം മാറും, നിന്റെ ചരിത്രം മാറും. വചനം പറയുന്നു, വചനം പറയുന്നു, ആമേൻ, എൻ്റെ ദൈവം നോഹയും അവൻ്റെ പെട്ടകത്തിലുള്ളവരെയും കണ്ടു. അപ്പോ ആ പെട്ടകം അരാരാത്തിൽ ഉറച്ചു. ദൈവം കണ്ട ഉറക്കേണ്ട ചിലത് ഉറയ്ക്കൂ. ആമേൻ, ഇതാമേ ഉറപ്പിക്കേണ്ട ഇടത്ത് ദൈവം നിന്നെ ഉറപ്പിക്കൂ. വചനം പറയുന്നു, ഹിസ്കിയാവിന്റെ കണ്ണുനീർ എൻ്റെ ദൈവം കണ്ടു. ഹിസ്കിയാവിന്റെ ആയുസ്സിന് എൻ്റെ ദൈവം ദീർഘമാക്കി കൊടുത്തു. ഈ പകൽ ദൈവം നിന്നെ കണ്ടോ, നിന്റെ ചരിത്രം മാറോ, നിന്റെ ആയുസ് ദീർഘമാകോ. നീ ഉറക്കേണ്ടടുത്ത്, നിന്റെ തലമുറ ഉറക്കേണ്ടടുത്ത്, നിന്നെ ദൈവമാക്കേണ്ട രാജ്യത്ത്, ആക്കേണ്ട പട്ടണത്തിൽ, ആക്കേണ്ട ഇടത്ത് നിന്നെ ഉറപ്പിക്കവൻ. വലിയൊരു പ്രസൻസ്, വലിയൊരു പ്രസൻസ്. കോറിമാന ധാര ധാര ധാര. വലിയൊരു മുഴക്കം, വലിയൊരു മുഴക്കം ഈ ഹാളിനകത്ത് വെളിപ്പെടുകയാണ്. ചിലരുടെ പെട്ടകങ്ങൾ, ചിലരുടെ ജീവിതം, ചിലരുടെ കുടുംബത്തെ ദൈവം ഉറപ്പിക്കുക, ചിലരുടെ ഭാവിയെ ദൈവം ഉറപ്പിക്കുക, ചിലരുടെ ശുശ്രൂഷയെ ദൈവം ഉറപ്പിക്കുക, ചിലരുടെ സഭയെ ദൈവം ഉറപ്പിക്കുക. ഈ പകൽ ദൈവം നിന്നെ ഉറപ്പിക്കുകയാണ്. പ്രിയരെ, ദൈവം കണ്ടാൽ നമ്മുടെ ചരിത്രം മാറും. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യമായി ദൈവം കണ്ടു എന്ന് പറയുന്ന വചനം, ദൈവം നോഹയും അവൻ്റെ പെട്ടകത്തിലുള്ളവരെയും കണ്ടു. ആരെ കണ്ടു? പെട്ടകത്തിലുള്ളവരെയും കണ്ടു. അടുത്ത വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. അപ്പെട്ടകം അരാരാത്തിൽ ഉറച്ചു. ദൈവം കണ്ടാൽ ഉറക്കേണ്ടടുത്ത് ഉറയ്ക്കും. ഒറ്റപ്പെടലിൻ്റെ നടുവിലാണെങ്കിലും ഉറക്കേണ്ടടുത്ത് ഉറയ്ക്കും. ഓ, വചനം അടുത്ത് പറയുന്നു, എസ്തേറിൻ്റെ അനാഥത്വം ദൈവം
കണ്ടു, ദൈവം കണ്ടു. എസ്തേറിന്റെ അനാഥത്വം കണ്ടവർ അവളെ സാധാരണ പദവിയിലല്ല ഉയർത്തിയത്, ഒരു ഗവൺമെന്റ് ജോലി കൊടുത്തല്ല ഉയർത്തിയത്. വചനം പറയുന്നു, രാജ്യത്തിലെ രാജാവിന്റെ കൊട്ടാരത്തോളം എത്തുന്ന മഹത്വത്തോടെ അവളെ ഉയർത്തി മാനിച്ചൊരു ദൈവത്തിന്റെ കരമുണ്ട്. ഈ പകൽ നിന്റെ കണ്ണുനീർ കണ്ട് നീ ലോകത്തിനൊരു ചരിത്രമായി മാറ്. നിന്റെ കുടുംബത്തിന് ആശ്ചര്യപ്പെടത്തക്ക നിലവാരത്തിൽ ഒരു മാന്യതയുടെ വസ്ത്രം ധരിച്ച് പിന്നെ ഉയർത്ത എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്ന് എണ്ണി എണ്ണി പറയണം. വചനം പറയുന്നു, യെശയ്യാവ് പോയി ദൂത് പറയുക, ഹിസ്കിയാവേ നിന്റെ കുടുംബകാര്യം ക്രമത്തിലാക്ക്, നീ മരിക്കാൻ പോവാ, നീ മരിക്കാൻ പോവാ. ഹിസ്കിയാവ് കേട്ടപ്പോൾ അവൻ്റെ തല ചുവരോട് ചേർത്ത് അവൻ കരയുക. വചനം പറയുന്നു, ഹിസ്കിയാവിൻ്റെ ഹൃദയത്തിലെ വേദന ദൈവം കണ്ടു. ആ കൂടാരത്തുനിന്ന് പുറത്തിറങ്ങിയ, കൊട്ടാരത്തുനിന്ന് പുറത്തിറങ്ങിയ യെശയ്യാവ് തിരിച്ചു വന്നിട്ട് പറയുക, എൻ്റെ ദൈവം പറഞ്ഞു, ഇത്ര വർഷം കൂടെ നിന്റെ ആയുസ്. ഉലകത്തിലൊരു ഡോക്ടർ വിചാരിച്ചാൽ നടക്കൂല ആയുസ് ഒന്ന് കൂട്ടിക്കൊടുക്കാൻ. ഒന്ന് ദീർഘമാക്കാൻ ഒരു മെഡിക്കൽ സയൻസ് വിചാരിച്ചാൽ നടക്കില്ല. പക്ഷെ എൻ്റെ ദൈവം കണ്ടാൽ മതി, അത് നടക്കും. എൻ്റെ ദൈവം ഒന്ന് കണ്ടാൽ മതി, അവൻ്റെ കാര്യം എന്ത്. ഈ പകൽ ആത്മാവിലൊരു ദൂത് കൈമാറാം. ഹാഗർ പറയുക, മരുഭൂമിയിൽ എൻ്റെ ദൈവം എന്നെ കണ്ടു. അടുത്ത പദവാ ദൈവത്തിൻ്റെ ദൂതൻ ഹാഗറിനോട് പറയുക, ഹാഗറെ നീ ഇവിടെ തീർക്കേണ്ടവളല്ല, ഈ മരുഭൂമി നീ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവളല്ല. നീ എഴുന്നേൽക്ക്, തിരിച്ച് നിന്റെ യജമാനത്തിയുടെ കൂടാരത്തിൽ പോ. എങ്ങനെ? നീ എഴുന്നേൽക്ക, തിരിച്ച് നീ വന്നിടത്തേക്ക് മടങ്ങിപ്പോ. എവിടെയാണോ തകരപ്പെട്ടത് അവിടെ എനിക്ക് നിന്നെ ഉയർത്താനുണ്ട്. എവിടെയാണോ ഉടഞ്ഞത് അവിടെ എനിക്ക് പണിയാനുണ്ട്. എവിടെയാണോ നീ വേദനിച്ചത് അവരുടെ നടുവിൽ നിന്റെ കരത്തിൽ എനിക്കൊരു വാഗ്ദത്തത്തിന്റെ സന്തതിയെ തരാനുണ്ട്. വചനം പറയുന്നു, ഹാഗറിനോട് പറയുക, നീ മടങ്ങി പോകണം, നീ മടങ്ങി വമ്മഭവനത്തിലേക്ക് പോകണം. അടുത്ത പദമാണ് ശ്രദ്ധിക്കേണ്ടത്. ആ കൂടാരത്തിൽ വച്ച് ഞാൻ നിന്റെ ഗർഭത്തെ തുറക്കും. നിനക്കതിൽ നിന്ന് ഒരു തലമുറ പുറത്തു വരും. നീ ഒറ്റയ്ക്കല്ലേ മരുഭൂമിയിൽ ഏകയായിരുന്നു കരഞ്ഞത്. അടുത്ത വചനം പറയുക, ഞാൻ നിന്റെ തലമുറയെ വർദ്ധിപ്പിക്കുമെന്നല്ല വചനം പറഞ്ഞത്, നിന്റെ തലമുറയെ ഏറ്റവും വർദ്ധിപ്പിക്കും. ഇസ്മായേൽ ജനിക്കുന്നതിന് മുമ്പ്, ഇസ്മായേൽ എന്ന വാക്കൊക്കെ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. 16-ാം അധ്യായത്തിൽ ദൂതൻ പ്രവചിച്ചു പറയുന്ന പേരാണ് ഇസ്മായേൽ. ഇസ്മായേൽ എന്ന വാക്കിനർത്ഥം കഴുത, കാട്ടുകഴുത. ഇതൊക്കെയും ദൂതൻ 16-ാം അധ്യായത്തിൽ വീട്ടിൽ പോയി വായിച്ചാൽ മതി. നാം വായിച്ച വചനത്തിന് തൊട്ടു താഴെ കിടപ്പുണ്ട്. ഇതെല്ലാം ദൈവം അരുളപ്പാടായിട്ട് പറയുകയാണ്. നീ തിരിച്ചു പോകണം, നിന്റെ ഉദരത്തെ ഞാൻ തുറക്കും, അതിനകത്തുനിന്നൊരു തലമുറ പുറത്തു വരും. ആ തലമുറ എങ്ങനെ അനുഗ്രഹിക്കും? ഏറ്റവും അനുഗ്രഹിക്കും. ആ പദം ഒന്ന് പറഞ്ഞോട്ടെ, ഏറ്റവും അനുഗ്രഹിക്കും. ആ ശിരസി കരം വെച്ച് പറ, ദൈവം നമ്മെ ഏറ്റവും അനുഗ്രഹിക്കും, ഏറ്റവും നമ്മെ അനുഗ്രഹിക്കും. സാധാ അനുഗ്രഹമല്ല. ഈ ലോകത്തിൽ ദൈവം നിന്നെ ഏറ്റവും അനുഗ്രഹിക്കും. ഹലോ, ഇസ്മായേൽ സന്തതികൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇത്രയും വർദ്ധിക്കാനുള്ള കാരണം ഒരമ്മ മരുഭൂമിയിൽ നീരൊഴുക്കിനടുത്തിരുന്ന് കരഞ്ഞതാ. വചനം തന്നെ പറയുന്നുണ്ട്, നിന്റെ തലമുറയുടെ കരം അനേകർക്ക് ഭാരമാകും. അതെല്ലാം ദൈവം അടുത്ത ദൂതുകളാണ്, ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുക. ശ്രദ്ധിച്ചേ, വചനം പറയുന്നു, നിന്റെ സന്തതി ഏറ്റവും അനുഗ്രഹിക്കപ്പെടും. ഞാനിങ്ങനെ പറയട്ടെ, ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾ ഞാൻ പറയട്ടെ, നമ്മുടെ അനുഗ്രഹം അനുഭവിച്ച് തീർന്നതല്ല, അനുഗ്രഹം വരാനിരിക്കുന്നതേ ഉള്ളൂ.
നമ്മുടെ നല്ല കാലം കഴിഞ്ഞില്ല, നല്ല കാലം വരാനിരിക്കുന്നതേ ഉള്ളൂ. ആമേ 99 വയസ്സായ വ്യക്തിയാണെങ്കിലും ശരി, നല്ല കാലം. അബ്രഹാമിനോട് ചോദിച്ച്, അബ്രഹാമേ വലിയപ്പച്ച, ഉൽപ്പത്തി 12 ഇറങ്ങിയപ്പോഴായിരുന്നു നല്ല കാലം, ലോത്തിനെ വിടുവിച്ചപ്പോഴായിരുന്നു നല്ല കാലം, മമ്രയുടെ തോപ്പിൽ ദൈവം ഇറങ്ങി വന്നപ്പോഴാണ് നല്ല കാലം. അല്ലല്ല പാസ്റ്ററേ, നല്ല കാലം വരാൻ പോകുന്നതേ. അപ്പച്ചൻ 99 വയസ്സിലാ സാക്ഷ്യം പറയുന്നേ. നമ്മളാണെങ്കിൽ സാക്ഷ്യം പറയും, ബൈബിൾ എടുത്തിട്ടോ 2 ആട്ടോ ഒക്കെ ആട്ടിയിട്ട് പറയും, അയ്യോ 2 കുലുക്കോ, ഗ്ലോറി എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. പാസ്റ്ററേ, നല്ല കാലമെല്ലാം കഴിഞ്ഞു ലോ, ഇനി ഒരു നല്ല കാലമുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ ഈ പ്രവാസകാലം ഭയത്തോടെ, ഇതാ നമ്മുടെ സാക്ഷ്യം. പക്ഷെ വചനത്തിൻ്റെ ടെസ്റ്റ് മണി പറയുക, പ്രിൻസിപ്പിൾ പറയുക, നല്ല കാലം വരാൻ പോകുന്നതേ ഉള്ളൂ, നല്ല കാലം വരാൻ പോകുന്നതേ ഉള്ളൂ. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറ, നല്ല കാലം വരാൻ പോകുന്നതേ ഉള്ളൂ. അമ്മേ ഹാഗർ കരുതി അവളുടെ നല്ല കാല യജമാനത്തിയുടെ വീട്ടിനകത്തായിരുന്നു അന്ന്. പക്ഷെ ദൈവം പറയുക, അല്ലടാ, ഈ മരുഭൂമി അല്ല നിന്റെ നല്ല കാലം, നല്ല കാലം വരാൻ പോകുന്നതേ ഉള്ളൂ. ആ നല്ല കാലത്തിൽ നീ കാണാൻ പോകുന്നത് നിന്റെ തലമുറ ഏറ്റവും അനുഗ്രഹിക്കപ്പെടും. അവൻ അനുഗ്രഹിക്കപ്പെടുമ്പോൾ അവനിലൂടെ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, അവനിലൂടെ നിന്നിലൂടെ ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഞാൻ വിശ്വസിക്കുന്ന ഈ റിവൈവൽ സെന്ററിന്റെ നല്ല കാലം വരാൻ പോകുന്നതേ ഉള്ളൂ. അത് ഏറ്റവും വലുതാണ്, അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. ആയിരങ്ങൾ, 10,000 രാജ്യങ്ങൾ, പട്ടണങ്ങളിൽ നിന്ന് കടന്നു വരുന്ന സീസണുകൾ വരാൻ പോകുന്നതേ ഉള്ളൂ. ഇതെല്ലാം കേട്ടിട്ടാ വലിയമ്മച്ചി കണ്ണീരൊക്കെ തുടച്ച് കൊണ്ടുവന്ന സഞ്ചിയൊക്കെ എടുത്ത് നാം വായിച്ച കുറിവാക്യം പറയുക, മരുഭൂമിയിൽ എൻ്റെ ദൈവം എന്നെ കണ്ടു. അവിടെ കൊണ്ട് തീർന്നില്ല, ദൈവം എന്നെ കണ്ടു എന്ന് പേർ വിളിച്ചു. എന്താ പേര്? ഹാഗർ വിളിച്ച പേരെന്തെന്നറിയാമോ? ദൈവം എന്നെ കണ്ടു എന്നർത്ഥമുള്ള എൽറോയി എന്ന് പേര് വിളിച്ചു. വേദപുസ്തകത്തിൽ ആദ്യമായി ദൈവത്തെ എൽറോയായി വിളിച്ചത് ഹാഗറാണ്. ജാതീയ പെൺകുട്ടിയാണ്, അടിമ പെൺകുട്ടിയാണ്. അവ വിളിക്കുക, ദൈവം എന്നെ കണ്ടു, അവൻ എൽറോയാണ്. ഈ പകൽ പ്രതിസന്ധിയുടെ നടുവിൽ, ഒറ്റപ്പെടലിൻ്റെ നടുവിൽ, ഏകാന്തതയുടെ നടുവിൽ വചനത്തെ ചേർത്ത് പിടിച്ചിട്ട് പറയണം, എൻ്റെ ദൈവം എൽറോയ, എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ട്, എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ട്. പ്രിയരെ, സ്നേഹത്തോടെ ഞാനൊരു ദൂത് കൈമാറാം. ആരും കണ്ടില്ലേലും ദൈവം കാണുന്നുണ്ടെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ നിൻ്റെ സീസണുകൾ തിരിയും, നിൻ്റെ ജീവിതത്തിൻ്റെ നിലവാരങ്ങൾ തിരിയും, നിൻ്റെ ഏകാന്തതകളെ ദൈവം പൊളിക്കും. അർഹതയില്ലാത്തടുത്ത് ദൈവം നിന്നെ നിർത്തും, അർഹതയില്ലാത്ത മാന്യത ദൈവം നിനക്ക് തരും. അവൻ എൽറോയായി വെളിപ്പെടും, എൽറോയായി വെളിപ്പെടും. ഇന്നത്തെ മരുഭൂമി കണ്ട് ഭയപ്പെടല്ലേ, ഇന്നത്തെ ഒറ്റപ്പെടൽ കണ്ട് ഭയപ്പെടരുതേ. ഇന്ന് പകൽ 4 ചുവരുള്ള മുറിക്കകത്തൊതുങ്ങിപ്പോയതായിരിക്കാം നിന്റെ ജീവിതം. പക്ഷേ ആമേ വചനം ചേർത്ത് പിടിച്ചിട്ട് പറയണോ, എനിക്കൊരു എൽറോയായ ദൈവമുണ്ട്. അർത്ഥം, God sees me, എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ട്, എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ട്. അങ്ങനെ നീ പറഞ്ഞാൽ നിന്റെ ചരിത്രം തിരിയും, നിന്റെ ചരിത്രം തിരിയും. നിന്റെ ശൂന്യതകളെല്ലാം അനുഗ്രഹങ്ങളായി മാറും. നിന്റെ ജീവിതത്തിനകത്ത് വലിയ വിശാലതകൾ വെളിപ്പെടും. വചനം പറയുന്നു, ഹാഗർ സാറായുടെ കൂടാരത്തിലേക്ക് തിരിഞ്ഞുപോയി, അവൾക്കൊരു സന്തതി ലഭിച്ചു. അവൻ്റെ പേര് ഇസ്മായേൽ. അവനെ ദൈവം വർദ്ധിപ്പിച്ചു, ദൈവം അനുഗ്രഹിച്ചു. പലരും പറയാറുണ്ട്, അബ്രഹാം കൊടുത്ത തുരുത്തിയിലെ വെള്ളവും അടയും തീർന്നപ്പോൾ മരുഭൂമിയിൽ
ഹാഗർ ദൂരത്തിൽ ഇസ്മായിലിനെ കൊണ്ടിട്ടിട്ട് മാറിയിരുന്ന് കരയാനുള്ള കാരണം എന്തെന്നറിയാമോ? ഹാഗറിനുറപ്പുണ്ട്. ദൈവം എന്നെ കണ്ട കാലത്ത് ദൈവം എന്നോട് പറഞ്ഞതാ, ഇതിനെ വർദ്ധിപ്പിക്കുമെന്ന്, ഇതൊരനുഗ്രഹമായി മാറുമെന്ന്. അതാ ഹാഗറിൻ്റെ ഉറപ്പ്. ഇന്ന് പകൽ ദൈവം നിന്നോട് പറഞ്ഞൊരു വാക്കില്ലേ, അതിൽ മുറുകെ പിടിക്കണം. ആരെല്ലാം മാറിയാൽ അത് മുറുകെ പിടിക്കണം. എന്നിട്ട് പറയണം, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ആ ദൈവപ്രവർത്തി കാണും, ആ ദൈവിക വിശാലത കാണും. അത് നാളുകളിൽ നിനക്കൊരു സാക്ഷ്യമായി മാറും. എല്ലാ കണ്ണുകളും ദിവസമടയിട്ട് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമോ? എഴുന്നേറ്റ് നിൽക്കാമോ? എനിക്ക് നിന്ന് പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ വിദൂരതയിൽ നിന്നൊക്കെ കടന്നു വന്നവരുണ്ടല്ലോ, ഒരു വാക്ക് എല്ലാ കണ്ണും ദിവസമടയിട്ട്. ഇന്ന് പകൽ എൻ്റെ പ്രസംഗമൊന്നും നിങ്ങൾ നോക്കണ്ട, പക്ഷേ ആ പദം ഒന്ന് ചേർത്ത് പിടിക്കണം. എൽറോഹിയായ ദൈവം, എന്നെ കാണുന്നൊരു ദൈവം. എന്ന് പറഞ്ഞാട്ടെ, ഇരുകരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി. ആര് കണ്ടില്ലേലും എന്നെ കാണുന്നു. വിശ്വാസത്തോടെ പറ, ഈ മരുഭൂമി മാറും.